നമസ്കാരം, സ്പാർക്ക് ലേണിംഗിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് RBI ഗവർണറുമാരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നിലവിലെ RBI ഗവർണറായ ശക്തികാന്ത് ദാസ് 25ാമത്തെ RBI ഗവർണറാണ്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് 25 RBI ഗവർണർമാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. പക്ഷേ നമുക്കിതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഏകദേശം 13 പേരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ആദ്യത്തെ RBI ഗവർണർ ആരാണ്? ഓസ്ബോൺ ആർക്കൽ സ്മിത്ത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കിട്ടി. ആദ്യത്തെ RBI ഗവർണർ ആരാണ്? ഓസ്ബോൺ ആർക്കൽ സ്മിത്ത്. രണ്ടാമത്തെ RBI ഗവർണറുടെ പേരാണ് ജെയിംസ് ടെയ്ലർ. ആരാണ്? ജെയിംസ് ടെയ്ലർ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടും നമുക്കൊരു ചോദ്യം പഠിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ RBI ഗവർണർ ആരെന്ന് ചോദിച്ചാൽ ജെയിംസ് ടെയ്ലർ ആണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു ചോദ്യം, നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ RBI ഗവർണർ ആരെന്ന് പറയുന്നത് ജെയിംസ് ടെയ്ലർ. അപ്പൊ രണ്ടുപേരുടെ പേര് പറഞ്ഞു. ഒന്നാമത്തെ ആള് ഓസ്ബോൺ ആർക്കൽ സ്മിത്ത്, രണ്ടാമത്തെ RBI ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. ആരാണ്? ജെയിംസ് ടെയ്ലർ. ഇതിൽ ജെയിംസ് ടെയ്ലറിന്റെ ചോദ്യം എന്താണ് പഠിച്ചത്? കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ RBI ഗവർണർ. ക്ലിയർ ആണ്. അടുത്ത് പറയുന്നത് മൂന്നാമത്തെ RBI ഗവർണറാണ്. അദ്ദേഹത്തിന്റെ പേരാണ് CD ദേശ്മുഖ്. ആരാണ്? CD ദേശ്മുഖ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആര്? CD ദേശ്മുഖ്. അപ്പോൾ ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണർ. രണ്ടാമത്തെ ചോദ്യം, കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നതും CD ദേശ്മുഖ് ആണ്. എന്താണ് ചോദ്യം? കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ. മൂന്നാമത്തെ ചോദ്യം, RBI ദേശസാൽക്കരിച്ചപ്പോൾ RBI ഗവർണർ CD ദേശ്മുഖ് ആണ്. RBI ദേശസാൽക്കരിച്ചപ്പോൾ RBI ഗവർണർ ആരാണ്? CD ദേശ്മുഖ് ആണ്. എന്നാണ് RBI ദേശസാൽക്കരിച്ചെന്ന് ചോദിച്ചാൽ 1949 ജാനുവരി 1. അപ്പോൾ RBI ദേശസാൽക്കരിച്ചപ്പോൾ RBI ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ CD ദേശ്മുഖ് ആണ്. എന്നാൽ RBI നിലവിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ RBI ഗവർണർ ആരാണ്? ഓസ്ബോൺ ആർക്കൽ സ്മിത്ത്. CD ദേശ്മുഖുമായി ബന്ധപ്പെട്ട് നമ്മൾ അടുത്ത് പഠിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ 3 ഘട്ടങ്ങളിലായി നോട്ട് നിരോധനം നടപ്പിലാക്കി. ഇതിൽ ആദ്യഘട്ട നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ RBI ഗവർണറാണ് ആര്? CD ദേശ്മുഖ്. അപ്പോൾ ആദ്യഘട്ട നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ RBI ഗവർണറാണ് CD ദേശ്മുഖ്. ഇന്ത്യയിൽ ആദ്യമായി ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തിയും CD ദേശ്മുഖ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചത് CD ദേശ്മുഖ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി തുടർച്ചയായി 5 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? CD ദേശ്മുഖ്. ഇന്ത്യയിൽ ആദ്യമായി തുടർച്ചയായി 5 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? CD ദേശ്മുഖ്. ഇങ്ങനെ 6 ചോദ്യങ്ങളാണ് CD ദേശ്മുഖുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ആദ്യത്തെ RBI ഗവർണർ ആരാണ്? ഓസ്ബോൺ ആർക്കൽ സ്മിത്ത്. 2 ജെയിംസ് ടെയ്ലർ. കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ RBI ഗവർണർ. അടുത്തു പറഞ്ഞ വ്യക്തി ആരാണ്? CD ദേശ്മുഖ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട 6 ചോദ്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ RBI ഗവർണറാണ് ആര്? CD ദേശ്മുഖ്. CD ദേശ്മുഖുമായി ബന്ധപ്പെട്ട 6 ചോദ്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണർ, കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ, RBI ദേശസാൽക്കരിച്ചപ്പോൾ RBI ഗവർണർ, ഒന്നാം ഘട്ട നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ RBI ഗവർണർ. തൊട്ടടുത്ത് പറഞ്ഞ ചോദ്യം, ഇടക്കാല ബഡ്ജറ്റ് ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി. അടുത്ത ചോദ്യം, തുടർച്ചയായി ഇന്ത്യയിൽ ആദ്യമായി 5 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? CD ദേശ്മുഖ്. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് 4ാമത്തെ RBI ഗവർണറാണ്. അദ്ദേഹത്തിന്റെ പേര് ബെനഗൽ രാമറാവു. BR റാവു അല്ലെങ്കിൽ ബെനഗൽ രാമറാവു. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ സ്ഥാനം വഹിച്ച വ്യക്തിയാണ് ആര്? BR റാവു, ബെനഗൽ രാമറാവു. അപ്പൊ ആദ്യത്തെ 4 പേരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. 4 പേരുടെ ചോദ്യമാണ് ഞാൻ അല്ലെങ്കിൽ അവരുടെ പേരുകളാണ് ഒന്നുകൂടെ പറയുന്നത്. ഓസ്ബോൺ ആർക്കൽ സ്മിത്ത്, ജെയിംസ് ടെയ്ലർ, CD ദേശ്മുഖ്. 4ാമത്തെ ആളാണ് BR റാവു അല്ലെങ്കിൽ ബെനഗൽ രാമറാവു. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് 8ാമത്തെ RBI ഗവർണറായ LK ജായെ കുറിച്ചാണ്. LK ജ, ലക്ഷ്മികാന്ത ജ. 8ാമത്തെ RBI ഗവർണറാണ് ലക്ഷ്മികാന്ത ജ. ഇന്ത്യയിൽ 2 ഘട്ടങ്ങളിലായി ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ഇതിൽ ആദ്യഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടപ്പിലാക്കിയപ്പോൾ RBI ഗവർണറാണ് ആരെന്ന് പറയുന്നത്? ആദ്യഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടപ്പിലാക്കിയപ്പോൾ RBI ഗവർണറാണ് LK ജ. ആരാണ്? LK ജ. ആദ്യഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടപ്പിലാക്കിയപ്പോൾ RBI ഗവർണർ LK ജ, ലക്ഷ്മികാന്ത ജ. എന്നാണ് ആദ്യഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നതെന്ന് ചോദിച്ചാൽ 1969 ജൂലൈ 19. ഏത് വർഷമാണ്? 1969 ജൂലൈ 19-ന് 14 ബാങ്കുകൾ ഇന്ത്യയിൽ ആദ്യമായി ദേശസാൽക്കരിച്ചപ്പോൾ, ഫസ്റ്റ് ബാങ്ക് ദേശസാൽക്കരണം നടന്നപ്പോൾ RBI ഗവർണറാണ് LK ജ. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് IG പട്ടേൽ എന്ന് പറയുന്ന RBI ഗവർണറെ കുറിച്ചാണ്. ഇദ്ദേഹം 14ാമത്തെ RBI ഗവർണറാണ്. എത്രാമത്തെ ആളാണ്? 14ാമത്തെ RBI ഗവർണറായ IG പട്ടേലുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. IG പട്ടേലുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ 2ാം ഘട്ട നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ RBI ഗവർണർ. 2ാം ഘട്ട നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ RBI ഗവർണർ. നമ്മൾ നേരത്തെ പറഞ്ഞു 1ാം ഘട്ട നോട്ട് നിരോധന സമയത്തെ RBI ഗവർണർ ആരാണ്? CD ദേശ്മുഖ്. എന്നാൽ 2ാം ഘട്ട നോട്ട് നിരോധനത്തിലെ
സമയത്തെ RBI ഗവർണർ ആരാണ്? IG പട്ടേൽ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ഇവിടെ പഠിക്കാനുണ്ട്. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടപ്പിലാക്കിയപ്പോൾ RBI ഗവർണർ. ചോദ്യം എന്താണ്? രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടപ്പിലാക്കിയപ്പോൾ RBI ഗവർണർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ RBI ഗവർണർ ആരാണ്? LK ജ. എന്നാൽ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ RBI ഗവർണർ ആരാണ്? IG പട്ടേൽ. അപ്പൊ നമ്മൾ 14ാമത്തെ RBI ഗവർണറായ IG പട്ടേലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പഠിച്ചു. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് 15ാമത്തെ RBI ഗവർണറായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ചാണ്. 15ാമത്തെ RBI ഗവർണറാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. RBI ഗവർണർ, ഇന്ത്യയുടെ ധനകാര്യമന്ത്രി, കേന്ദ്ര ധനകാര്യമന്ത്രി സ്ഥാനം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ച ഏക വ്യക്തിയാണ് ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യയുടെ RBI ഗവർണർ, ഇന്ത്യയുടെ കേന്ദ്ര ധനകാര്യമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ച ഏക വ്യക്തിയാണ് ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് 16ാമത്തെ RBI ഗവർണറായ അമിതാവ് ഘോഷിനെ കുറിച്ചാണ്. പേരൊന്നുകൂടെ പറയുന്നു, അമിതാവ് ഘോഷ്, 16ാമത്തെ RBI ഗവർണർ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായിരുന്ന വ്യക്തിയാണ് ആര്? BR റാവു, ബെനഗൽ രാമറാവു. 4ാമത്തെ RBI ഗവർണറായ ബെനഗൽ രാമറാവു ആണ് ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായിരുന്നത്. എന്നാൽ ഏറ്റവും കുറവ് കാലം RBI ഗവർണറായിരുന്ന വ്യക്തിയാണ് ആര്? 16ാമത്തെ RBI ഗവർണറായ അമിതാവ് ഘോഷ്. ആരാണ്? അമിതാവ് ഘോഷ്. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് 19ാമത്തെ RBI ഗവർണറാണ്. 19ാമത്തെ RBI ഗവർണറായ C രംഗരാജനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. C രംഗരാജൻ. അപ്പോൾ 19ാമത്തെ RBI ഗവർണറാണ് C രംഗരാജൻ. RBIയുടെ ഗവർണർ ആയതിനു ശേഷം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായ ആദ്യ വ്യക്തിയാണ് ആര്? C രംഗരാജൻ. RBI ഗവർണർ ആയതിനു ശേഷം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായ ആദ്യ വ്യക്തിയാണ് ആര്? C രംഗരാജൻ. അപ്പോൾ C രംഗരാജനുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ചോദ്യമാണ് പറഞ്ഞത്. RBI ഗവർണർ ആയതിനു ശേഷം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ച ആദ്യ വ്യക്തി. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 21ാമത്തെ RBI ഗവർണറായ YV റെഡ്ഡിയെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണ്? YV റെഡ്ഡിയെ കുറിച്ചാണ്. RBIയുടെ ഗവർണർ ആയതിനു ശേഷം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് ആര്? YV റെഡ്ഡി. നമ്മൾ നേരത്തെ പറഞ്ഞ 19ാമത്തെ RBI ഗവർണറായ C രംഗരാജന്റെ ചോദ്യത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയാണ് YV റെഡ്ഡിയുടെ ചോദ്യം നമ്മൾ പഠിച്ചത്. 21ാമത്തെ RBI ഗവർണറായ YV റെഡ്ഡിയുമായി ബന്ധപ്പെട്ട ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ RBIയുടെ ഗവർണർ ആയതിനു ശേഷം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായ രണ്ടാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? YV റെഡ്ഡി. ആരാണ്? YV റെഡ്ഡി. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 23ാമത്തെ RBI ഗവർണറെ കുറിച്ചാണ്. 23ാമത്തെ RBI ഗവർണറാണ് രഘുറാം രാജൻ. ആരാണ്? രഘുറാം രാജൻ. രഘുറാം രാജനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് I Do What I Do. അദ്ദേഹത്തിന്റെ പുസ്തകം എന്താണ്? I Do What I Do. അപ്പോൾ I Do What I Do എന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ഏത് RBI ഗവർണറാണ്? ആരാണ്? രഘുറാം രാജൻ. 23ാമത്തെ RBI ഗവർണറായ രഘുറാം രാജന്റെ പുസ്തകമാണ് I Do What I Do. അടുത്തത് പഠിക്കുന്നത് 24ാമത്തെ RBI ഗവർണറാണ്. 24ാമത്തെ RBI ഗവർണറുടെ പേരാണ് ഊർജിത് പട്ടേൽ. ആരാണ്? ഊർജിത് പട്ടേൽ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ 3ാം ഘട്ട നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ, ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യയിൽ 3ാം ഘട്ട നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ RBI ഗവർണർ ആണെന്ന് ചോദിച്ചാൽ ഊർജിത് പട്ടേലാണ്. അപ്പോൾ 1ാം ഘട്ട നോട്ട് നിരോധന സമയത്തെ RBI ഗവർണർ CD ദേശ്മുഖ് ആണെന്ന് പറഞ്ഞു. 2ാം ഘട്ട നോട്ട് നിരോധന സമയത്തെ RBI ഗവർണർ IG പട്ടേൽ ആണെന്ന് പറഞ്ഞു. 3ാം ഘട്ട നോട്ട് നിരോധന സമയത്തെ RBI ഗവർണർ ആരാണ്? ഊർജിത് പട്ടേൽ. ആരാണ്? ഊർജിത് പട്ടേൽ. എന്നാണ് ഇന്ത്യയിൽ 3ാം ഘട്ട നോട്ട് നിരോധനം നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ 2016 നവംബർ 8 500 രൂപ 1000 രൂപ നോട്ടുകളാണ് ആ സമയത്ത് പിൻവലിച്ചത്. ആ നോട്ട് നിരോധനം 2016 നവംബർ 8 നടപ്പിലാക്കുമ്പോൾ RBI ഗവർണറാണ് ആര്? ഊർജിത് പട്ടേൽ. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് 25ാമത്തെ RBI ഗവർണറായ, അതായത് നിലവിലെ RBI ഗവർണറായ ശക്തികാന്ത ദാസിനെ കുറിച്ചാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യം കറണ്ട് അഫയർ ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കാം. എന്താണ് നിലവിലെ RBI ഗവർണർ? ആരാണ്? ശക്തികാന്ത ദാസ്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് 25 RBI ഗവർണറാണ് ഇപ്പോൾ നിലവിലുള്ളത്, അല്ലെങ്കിൽ 25ാമത്തെ ആളാണ് ഇപ്പോൾ RBI ഗവർണർ ആയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ശക്തികാന്ത ദാസ്. എന്താണ്? ശക്തികാന്ത ദാസ്. ക്ലിയർ ആണ്. അപ്പോൾ 1 മുതൽ ഇതാണ് 25 പേരുടെ വ്യക്തികളുമായി ബന്ധപ്പെട്ടതിൽ 13 പേരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. OA സ്മിത്ത്, ജെയിംസ് ടൈലർ, CD ദേശ്മുഖ്, BR റാവു അല്ലെങ്കിൽ ബെനഗൽ രാമറാവു, LK ജ, ലക്ഷ്മികാന്ത ജ, IG പട്ടേൽ, ഡോക്ടർ മൻമോഹൻ സിംഗ്, അമിതാവ് ഘോഷ്, C രംഗരാജൻ, YV റെഡ്ഡി, രഘുറാം രാജൻ, ഊർജിത് പട്ടേൽ, ശക്തികാന്ത ദാസ്. അപ്പോൾ ഇത്രയും പോയിന്റുകളും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. ഇത്രയും പോയിന്റുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.